السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا محمد. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിൽ അതിഥി സൽക്കാരത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും മുഴുവനും കേൾക്കണം എന്ന് അറിയിക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിൽ ഏറ്റവും പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് ഭക്ഷണം നൽകുക എന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിരുന്നൂട്ടുക എന്നതും വലിയ പുണ്യകർമ്മമാണ്. ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ കൂടെ 1000 റഹ്മത്തുകളാണ് വീട്ടിലേക്ക് വരുന്നത്. വിരുന്നുകാരനെ സൽക്കരിക്കാൻ സന്മനസ്സില്ലാത്തവരിൽ യാതൊരു നന്മയും ഇല്ല എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. 1000 റഹ്മത്തുള്ള പ്രതിഫലം ഒരു വിരുന്നുകാരൻ വന്നാൽ ലഭിക്കുമെങ്കിൽ ആ വിരുന്നുകാരനായി വരുന്നവനെ വളരെയധികം ആദരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിരുന്നൊരുക്കുന്നവനും അതിഥിയായി ചെല്ലുന്നവനും ഭക്ഷണം തയ്യാറാക്കുമ്പോഴും ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുല്ലു ബൈത്തിൻ ലാ യദ്ഖുലുഹു ലൈഫുൻ ലാ തദ്ഖുലുഹുൽ മലായിക. വിരുന്നുകാരൻ പ്രവേശിക്കാത്ത വീട്ടിൽ അള്ളാഹുവിൻ്റെ മാലാഖമാർ പ്രവേശിക്കുകയില്ല എന്നാണ്. ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു വിരുന്നുകാരനെ അവനെ ഒരിക്കലും വെറുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ലാ തുകല്ലിഫുൽ ലൈഫ ഫതുബ്ഗിളുഹു ഫഇന്നഹു മൻ അബ്ഗളൽ ലൈഫ ഫഖദ് അബ്ഗളല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നിങ്ങൾ ഒരു കാര്യത്തിലും വിരുന്നുകാരനെ നിർബന്ധിപ്പിക്കരുത്. അങ്ങനെ നിർബന്ധിപ്പിച്ചാൽ വിരുന്നുകാരൻ്റെ മനസ്സ് വിഷമിക്കും, വെറുപ്പുണ്ടാകും. അങ്ങനെ ആരെങ്കിലും വിരുന്നുകാരനെ വെറുപ്പിച്ചാൽ തീർച്ചയായും അള്ളാഹുവും അവനെ വെറുക്കുന്നതാണ്. അവനിഷ്ടമുള്ളവ അവൻ കഴിച്ചോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യരുത്? കഴിക്കൂ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിപ്പിക്കരുത്. അവന് വേണ്ടത് അവൻ കഴിച്ചോട്ടെ. അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വിരുന്നിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അത്തഖിയാ ആവണം. ആ വിരുന്നുകാരൻ അത്തഖിയാ ആവണം, അഥവാ തഖ്വയിലൂടെ ജീവിതം നയിക്കുന്നവരെയാണ് നമ്മൾ ആദ്യമായി ക്ഷണിക്കേണ്ടത്. തെമ്മാടിത്തരം കാണിച്ച് നടക്കുന്നതായ അധാർമികതയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ അല്ല. ലാ തഅകുൽ ഇല്ലാ തുആമു തഖിയ്യിൻ വലാ യഅകുൽ തുആമക ഇല്ലാ തഖിയ്യ്. നീ ഒരു മുത്തഖിയായ മനുഷ്യന്റെ ഭക്ഷണമല്ലാതെ ഭക്ഷിക്കരുത്. നിന്റെ ഭക്ഷണം ഒരു മുത്തഖീക്ക് അല്ലാതെ ഭക്ഷിപ്പിക്കുകയും ചെയ്യരുത്. അതുപോലെ ചിലരോട് നല്ല പരിഗണന ആയിരിക്കും. കുടുംബത്തിൽപ്പെട്ടവരാവട്ടെ, ബന്ധത്തിൽപ്പെട്ടവരാവട്ടെ, കൂട്ടുകാരിൽപ്പെട്ടവരാവട്ടെ, അയൽവാസികളിൽപ്പെട്ടവരാവട്ടെ, ചില ആളുകളെ ചിലരെ മാത്രം പരിഗണിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവരുത്. ചിലരെ മാത്രം വിളിച്ചു വരുത്തി മറ്റുള്ളവരെ വിളിക്കാതിരിക്കരുത്. അത് കാരണം മറ്റുള്ളവർക്ക് നിന്നോട് വെറുപ്പുണ്ടാകാൻ കാരണമാകും. ഇനി ഒരാൾ വിളിക്കുന്നത് അത് പ്രശംസ ലഭിക്കാനോ അഹങ്കാരം നടിക്കാനോ ആവരുത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്ത് ചെയ്യുന്നു എന്നാണ് അവൻ മനസ്സിൽ കരുതേണ്ടത്. ഞാൻ ഒരാൾ വിരുന്നിന് വിളിക്കുമ്പോൾ, ഒരാളെ സൽക്കാരത്തിന് വിളിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ ഞാൻ മുറുകെ പിടിക്കുന്നു, മുത്തുനബിൻ്റെ സുന്നത്ത് ഞാൻ ചെയ്യുന്നു എന്നാണ് അവൻ നിയ്യത്ത് ചെയ്യേണ്ടത്. അതുപോലെ വിരുന്നുകാരനായി വരുന്നവനും ചില നിബന്ധനകൾ ഉണ്ട്. സമ്പന്നൻ ഫക്കീർ എന്ന വേർതിരിവ് കാണിക്കരുത്. വിരുന്നിന് ക്ഷണിക്കുന്ന ആള് സമ്പന്നനാണോ പാവപ്പെട്ടവനാണോ എന്ന് നോക്കിയല്ല ക്ഷണം സ്വീകരിക്കേണ്ടത്. സമ്പന്നൻ വിളിച്ചാൽ മാത്രം പോവുകയും സാധുക്കൾ വിളിച്ചാൽ പോകാതിരിക്കുകയും ചെയ്യുക എന്നത് അഹങ്കാരികളുടെ ലക്ഷണമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് പാവപ്പെട്ടവനെ ക്ഷണിച്ചാലും ഒരടിമയാണ്, ആട്ടിടയനാണ് ക്ഷണിക്കുന്നതെങ്കിൽ പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഉത്തരം നൽകിയിരുന്നു, അവരുടെ ക്ഷണം സ്വീകരിച്ചിരുന്നു. അപ്പൊ ഒന്നാമതായിട്ട് സമ്പന്നനാണോ ഫക്കീറാണോ എന്ന വേർതിരിവ് കാണിക്കരുത്. രണ്ടാമത്, എത്ര ദൂരം യാത്ര ചെയ്യേണ്ടി വന്നാലും ആ ക്ഷണം സ്വീകരിച്ചിരിക്കണം. അതേപോലെ മൂന്നാമത്തത്, ആരെങ്കിലും സൽക്കാരത്തിന് ക്ഷണിച്ചാൽ ഞാൻ നോമ്പുകാരനാണ്, എനിക്ക് നോമ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ആളുകളുണ്ട്. ആ ഒരു സമ്പ്രദായം ഒഴിവാക്കണം, ആ ഒരു സ്വഭാവം മാറ്റിവെക്കണം. നിനക്ക് സുന്നത്ത് നോമ്പാണെങ്കിൽ പോലും നീ അവൻ്റെ വീട്ടിൽ പോകണം. എന്നിട്ട് നിന്റെ ആ കൂട്ടുകാരൻ അവൻ്റെ വീട്ടിൽ നിന്ന് നീ ഭക്ഷണം കഴിക്കലാണ് ഇഷ്ടമുള്ളത് എങ്കിൽ നീ ആ സുന്നത്ത് നോമ്പ് മുറിച്ച് അവൻ്റെ സൽക്കാരം സ്വീകരിക്കണം എന്നാണ്. എന്നാലും പോകാതിരിക്കരുത്. നാലാമത്തത്, സൽക്കാരത്തിന് ക്ഷണിക്കുന്ന ആളുടെ വീട്ടിൽ വിളമ്പുന്ന ഭക്ഷണം ശുബ്ഹത്തിന്റെ ഭക്ഷണമാണെങ്കിൽ, അഥവാ സംശയാസ്പദമായ നിലക്കുള്ള ഭക്ഷണമാണെങ്കിൽ, അല്ലെങ്കിൽ കഴിക്കൽ അനുവദനീയമല്ലാത്ത ഒരു ഭക്ഷണമാണ്, അല്ലെങ്കിലോ അവിടേക്ക് പോയാൽ ഗീബത്ത് നമീമത്ത് കേൾക്കേണ്ടി വരും, ഹറാമായ പലതും കാണേണ്ടി വരും. നല്ല ഗാനമേള നടക്കുന്നുണ്ടാവും, അവിടെ നല്ല ഡാൻസും പാട്ടും കൂത്തും ഒക്കെ നടക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ക്ഷണിച്ചവൻ ഒരു തെമ്മാടിയായ മനുഷ്യനാണ്, അവൻ്റെ വീട്ടിൽ ചെന്നാൽ അഭിമാനത്തിന് ക്ഷതമേൽക്കും. അല്ലെങ്കിൽ അവൻ പുത്തൻ പ്രസ്ഥാനക്കാരനാണ്, വഹാബിയാണ്, ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ അവൻ ആ സൽക്കാരത്തിലേക്ക് പോകാതിരിക്കുകയാണ് വേണ്ടത്. അവൻ ആ സൽക്കാരത്തിന് ഉത്തരം നൽകരുത്. ഇനി ഒരാളെ സൽക്കാരത്തിന് വിളിച്ചാൽ അവൻ അതിഥിയായി ചെല്ലേണ്ട വ്യക്തി ആ ക്ഷണം കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയെ പിന്തുടരുന്നതിന് വേണ്ടിയാണ് ഞാൻ ക്ഷണം സ്വീകരിക്കുന്നത് എന്നാണ് കരുതേണ്ടത്. മുത്തുനബിൻ്റെ സുന്നത്ത് അതിനു വേണ്ടിയിട്ടാണ്, മുത്തുനബിൻ്റെ ചര്യയെ പിന്തുടരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിക്കുന്നത്. അല്ലാതെ അവിടെ ചെന്ന നല്ല കോഴി ബിരിയാണി കിട്ടും, നല്ല മന്തി കിട്ടും, ഇന്ന് കുശാലാണ്, ഇന്ന് നല്ലോണം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം എന്ന ചിന്ത ഉണ്ടാവരുത്. ഇനി ഒരാൾ ക്ഷണിച്ചിട്ട് ക്ഷണം സ്വീകരിച്ചില്ല എങ്കിൽ മാലം യജിബിദ്ദാഇ ഫഖദ് അസല്ലാഹ വറസൂലഹു, അവൻ അള്ളാഹുവിനെയും അള്ളാന്റെ റസൂലിനെയും ധിക്കരിച്ചവനായി. ആ ക്ഷണം അവൻ സ്വീകരിച്ചാൽ അത് അവനെ ബഹുമാനിക്കലുമായി. وينبي إكرام أخيه المؤمن اتباعا لقوله صلى الله عليه وسلم من أكرم أخاه المؤمن فكأنما أكرم الله. മുഅ്മിനായ സഹോദരനെ ആരെങ്കിലും ബഹുമാനിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും ബഹുമാനിക്കുന്നതാണ്. അതിനാൽ തൻ്റെ മുഅ്മിനായ സഹോദരനെ ബഹുമാനിക്കാനാണ് ഞാൻ അവൻ്റെ ക്ഷണം സ്വീകരിക്കുന്നത് എന്നും അവൻ കരുതണം. അതുപോലെ വയൻവി ഇദ്ഖാല സുറൂരി അലാ ഖൽബിഹി,
ഞാൻ ക്ഷണം സ്വീകരിക്കുന്നത് കൊണ്ട് തൻ്റെ സഹോദരൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാകണം എന്നും അവൻ കരുതണം. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, മൻ സർറ മുഅ്മിനൻ ഫഖദ് സർറല്ലാഹ്. ആരെങ്കിലും തൻ്റെ മുഅ്മിനായ സഹോദരനെ സന്തോഷിപ്പിച്ചാൽ തീർച്ചയായും അല്ലാഹുവും സന്തോഷിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെ കരുതണം. നല്ല നിയ്യത്ത് വെച്ചുകൊണ്ടായിരിക്കണം പോവേണ്ടത്. അവന് ഉത്തരം നൽകേണ്ടത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ക്ഷണം സ്വീകരിക്കാനാണ്, അവനെ ബഹുമാനിക്കാനാണ്. അതുപോലെ അവൻ്റെ ഖൽബിൽ സന്തോഷമുണ്ടാവണമെന്ന് ചിന്തിച്ചുകൊണ്ടാവണം, നല്ല നിയ്യത്ത് ആയിട്ടാവണം അവൻ ആ ക്ഷണം സ്വീകരിക്കേണ്ടത്. എന്നാൽ ഞാനൊരു വലിയ ആളായതുകൊണ്ടാണ് അവൻ എന്നെ ക്ഷണിച്ചത് എന്ന തരത്തിലുള്ള ചിന്ത ഉണ്ടാവാൻ പാടില്ല. അത് സൂക്ഷിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ക്ഷണിക്കുന്ന ആളും ക്ഷണിക്കപ്പെടുന്നവനും നിയ്യത്ത് നന്നാക്കണം. കാരണം ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്ത് കൊണ്ടാണല്ലോ. എന്നാൽ ഒരു സുഹൃത്ത് ഒരാളെ കള്ള് കുടിക്കാൻ വേണ്ടി, വ്യഭിചരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണെങ്കിൽ അവിടെ നിയ്യത്തും നന്നാക്കി പോകണം എന്നല്ല പറഞ്ഞു വരുന്നത്. നല്ല കാര്യങ്ങൾക്ക് ക്ഷണിക്കുമ്പോൾ, അനുവദനീയമായ കാര്യങ്ങൾക്ക് ക്ഷണിക്കുമ്പോൾ നിയ്യത്ത് നന്നാക്കി പോകണമെന്നാണ്. ഇനി സൽക്കാരത്തിന് ക്ഷണം സ്വീകരിച്ച വീട്ടിലേക്ക് എത്തിയവനും ചില അദബുകളുണ്ട്, മര്യാദകളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ നബിയ്യി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തുആമിൻ ഗൈറ നാളിരീന ഇനാഹു വലാകിൻ ഇദാ ദുഈതും ഫദ്ഖുലൂ ഫഇദാ തുഇംതും فانتشروا ولا مستأنسين لحديث إن ذلكم كان يؤذي النبي فيستحيي منكم والله لا يستحيي من الحق وإذا سألتموهن متاعا فاسألوهن من وراء حجاب. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള മര്യാദകൾ പറയുകയാണ്. ഓ സത്യവിശ്വാസികളെ, നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം ലഭിക്കുകയും ചെയ്താലല്ലാതെ മുത്തുനബിയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത്. ആ ക്ഷണം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അവിടെ ഭക്ഷണം പാകമാകുന്നത് നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുകയും ചെയ്യരുത്. പക്ഷേ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ അപ്പോൾ നിങ്ങൾ കടന്നു ചെല്ലുക. നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പിന്തിരിഞ്ഞു പോവുകയും ചെയ്യുക. നിങ്ങൾ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നവരാകരുത്. തീർച്ചയായും അതൊക്കെ മുത്തുനബിക്ക് ശല്യമുണ്ടാക്കുന്നവയാണ്. നിങ്ങളോട് അത് പറയാൻ മുത്തുനബിക്ക് ലജ്ജ തോന്നുന്നു. എന്നാൽ സത്യത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിന് ലജ്ജ തോന്നുകയില്ല. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരോട് വല്ല സാധനങ്ങളും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് ചോദിക്കണേ. മുത്തുനബിൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും പ്രവേശിക്കുകയാണെങ്കിൽ പാലിക്കേണ്ട മര്യാദകളാണിത്. അതേപോലെ തന്നെ തൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ ഈ അദബുകൾ പാലിച്ചിരിക്കണം, ഈ മര്യാദകൾ ശ്രദ്ധിച്ചിരിക്കണം. ഇനി അതിഥിയായി ക്ഷണിക്കപ്പെട്ടാൽ അവൻ കൃത്യസമയത്ത് മാത്രമേ പോകാവൂ. നേരത്തെ അവിടെ പോയിരിക്കരുത്. സമയത്തിന് മുമ്പ് തന്നെ ആ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ ഒരവസ്ഥ ഉണ്ടാക്കരുത്. ഭക്ഷണമൊക്കെ തയ്യാറാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഭക്ഷണമായില്ലേ, എന്താ വിളമ്പാത്ത്, എന്താണ്, ആരെ കാത്തിരിക്കുന്നത്, പെട്ടെന്ന് കൊണ്ടുവരീ എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരെ ധൃതിപ്പെടുത്തരുത്. അതിഥികൾക്ക് പ്രത്യേകം നിർണയിക്കപ്പെട്ട സ്ഥലത്തെ ഇരിക്കാവൂ. വാതിലിൻ്റെ മുമ്പിൽ തന്നെ ചെന്നിരിക്കരുത്. ഇവൻ അവിടെ ഇരിക്കുന്നത് കാരണം വീട്ടിലുള്ള സ്ത്രീകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കും. അതുണ്ടാവരുത്. അങ്ങോട്ടുള്ള നോട്ടം ഇങ്ങനെ അധികരിപ്പിക്കരുത്. അതേപോലെ തന്നെ ഭക്ഷണം കൊണ്ടുവരുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കി കുത്തിരിക്കരുത്.
അങ്ങോട്ട് തന്നെ ഭക്ഷണം കൊണ്ടുവരുന്ന സ്ഥലത്ത് ഭക്ഷണം കൊണ്ടുവരുന്നുണ്ടോ, എന്താ കൊണ്ടുവരുന്നത്, ഇങ്ങനെ നോക്കിയിരിക്കരുത്. അതേപോലെ തന്നെ ഇദാ ദഖല ളൈഫുൻ ലിൽ മബീതി ഫൽയഅരിഫുഹു സ്വാഹിബുൽ മൻസിലി ഇൻദ ദുഖൂലിൽ ഖിബ്ലത വബൈത്തൽ മാഇ വമൗളിഅൽ വുളൂ. ആ അതിഥി വീട്ടിൽ താമസിക്കുന്നുണ്ട് എങ്കിലോ വീട്ടുകാരൻ അവന് ആദ്യമായിട്ട് അറിയിച്ചു കൊടുക്കേണ്ടത്, മനസ്സിലാക്കി കൊടുക്കേണ്ടത് എവിടെയാണ് ഖിബില എന്നാണ്, അതുപോലെ വെള്ളം വെച്ച സ്ഥലം എവിടെയാണ് എന്നാണ്, അതേപോലെ വുളൂ ചെയ്യുന്ന സ്ഥലം എവിടെയാണ് എന്നും ഈ 3 കാര്യങ്ങളും വീട്ടിലേക്ക് വരുന്ന അതിഥിക്ക് അറിയിച്ചു കൊടുക്കണം. ആ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കരുത്, ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു അവസ്ഥ അവർക്ക് ആ സമയത്ത് ഉണ്ടാവരുത്. അതേപോലെ തന്നെ വീട്ടുകാരനാണ് ആദ്യം കൈ കഴുകിയിരിക്കേണ്ടത്. ആദ്യം വീട്ടുകാരൻ കൈ കഴുകിയിരിക്കണം. എന്നാൽ അവസാനം എഴുന്നേൽക്കേണ്ടതും അവസാനം കൈ കഴുകേണ്ടതും വീട്ടുകാരനാണ്. كذلك فعل مالك رضي الله عنه بالشافعي رضي الله عنه وغسل مالك رضي الله عنه يده قبل الطعام قبل القوم وقال الغسل قبل الطعام لرب البيت أولى. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അതിഥിയായിട്ട് ശാഫിഈ ഇമാം വീട്ടിൽ ചെന്നപ്പോ മാലിക് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആദ്യം കൈ കഴുകി, എന്നിട്ടാണ് മറ്റുള്ളവരൊക്കെ കൈ കഴുകിയത്. എന്നിട്ട് മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആദ്യം ഭക്ഷണത്തിന് വേണ്ടി കൈ കഴുകേണ്ടത് വീട്ടുകാരനാണ്. ഇനി അവൻ ആ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ നിഷിദ്ധമായ വല്ലതും കണ്ടാൽ, ഇത് നിഷിദ്ധമായതാണ്, ഇത് അരുതായ്മയാണ് എന്ന് പറഞ്ഞ് തടയാൻ പറ്റുമെങ്കിൽ തടയണം, കഴിയില്ല എങ്കിൽ പിന്തിരിഞ്ഞു പോകണം. നിഷിദ്ധമായത് എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായ പാത്രങ്ങളുണ്ടാവാം, നിഷിദ്ധമായ രൂപങ്ങളുണ്ടാവാം, നിഷിദ്ധമായ പല സംഗതികളുണ്ടാവാം. ഇസ്തിമാൽ അവാനിൽ ഫില്ലത്തി വദ്ദഹബ് വതസ്ബീർ അൽ ഹിതാൻ വസമാഉൽ മലാഹി വൽ മസാമീർ വഹുദൂറുൻ നിസ്വതി അൽ മുതകശ്ശിഫാത്തിൽ വുജൂഹി വഗൈരി ദാലിക മിനൽ മുഹറമാത്ത്. അവിടെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ പാത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ചുമരുകളിലുള്ള ഫോട്ടോ, അതുപോലെ വാദ്യോപകരണങ്ങൾ, സങ്കീർത്തനങ്ങൾ കേൾക്കുന്നുണ്ട്. മുഖം തുറന്നിട്ട സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇതൊക്കെ നിഷിദ്ധമായവയാണ്. അപ്പൊ വീട്ടുകാരോട് പറയണം, ഇതൊക്കെ നിഷിദ്ധമായ കാര്യങ്ങളാണ് എന്ന് ഉണർത്തി കൊടുക്കണം. ഇനി അതിനൊന്നും കഴിയില്ല എങ്കിൽ അവൻ പിന്തിരിഞ്ഞു പോകണം. ഇവിടെ ഹറാമായ സംഗതികളുണ്ട് എന്ന കാരണത്താൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ തിരിച്ചു പോകണം. ഈ കാര്യങ്ങളെല്ലാം ക്ഷണിക്കപ്പെട്ട വീട്ടിലേക്ക് എത്തിയാലുള്ള മര്യാദകളാണ്. ഇനി ആ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം മുമ്പിൽ തയ്യാറായി വെക്കപ്പെട്ടാലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്ഷണിക്കപ്പെട്ട വ്യക്തികളുടെ അതിഥിയുടെ സമയത്തിൻ്റെ വില മാനിക്കേണ്ടതുണ്ട്. സാധാരണ ഭക്ഷണത്തിൻ്റെ സമയമായാൽ വന്ന ആളുകൾക്ക് ഉടനെ വിളമ്പണം. ഇനി ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അവരെയും കാത്തിരുന്ന് മണിക്കൂറുകൾ വൈകി ഇവിടെ നേരത്തെ കൃത്യസമയത്ത് വന്ന ആളുകളെ താമസിപ്പിക്കരുത്, അവർക്ക് മുഷിപ്പുണ്ടാക്കരുത്, അവരെ ബുദ്ധിമുട്ടിക്കരുത്. ക്ഷണിക്കപ്പെട്ട വിരുന്നുകാരനെ ബഹുമാനിക്കണം. അവനുള്ള ഭക്ഷണം പെട്ടെന്ന് തയ്യാറാക്കുക എന്നത് അവനെ ബഹുമാനിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ദൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ. വരാൻ വൈകിയവർക്ക് വേണ്ടി, വരാൻ വൈകുന്ന ആളുകൾക്ക് വേണ്ടി വന്ന ആളുകളെ പിടിച്ചു നിർത്തരുത്. അവരുടെ തിരക്ക് നമ്മൾ പരിഗണിച്ചിരിക്കണം. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം അയാൾക്ക് വേറെ ഒരിടത്തേക്ക് പോകാൻ. അങ്ങനെയുള്ള ആളുകളെ ഒന്നും ഒരിക്കലും നിർത്തി വിഷമിപ്പിക്കരുത്. മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ സൽക്കാരപ്രിയനായിരുന്നല്ലോ.
വഖാന ഇബ്രാഹിം അൽ ഖലീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യഅകുല ഖറജ മൈലൻ ഔ മൈലാനി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിച്ചാൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ആരെങ്കിലുമൊക്കെ പിടിച്ചു കൊണ്ടുവരും, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കും. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുത്തേക്ക് മലക്കുകൾ വന്നു. വേഷം മാറിയിട്ട് മനുഷ്യരൂപത്തിലാണ് വന്നത്. ആ സമയം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതെന്താണെന്നറിയോ? ഹൽ അതാക ഹദീസു ലൈഫി ഇബ്രാഹിമൽ മുക്രമീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മാന്യരായ അതിഥികളെ പറ്റിയുള്ള വാർത്ത നിങ്ങൾക്ക് വന്നു കിട്ടിയില്ലേ? ഇദ്ഖലു അലൈഹി ഫഖാലു സലാമൻ ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ. അവർ ഇബ്രാഹിം നബിയുടെ അടുത്ത് കടന്നു വന്നിട്ട് സലാം പറഞ്ഞ സമയത്ത് സലാം മടക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളെ എനിക്ക് പരിചയമില്ലാത്ത ആളുകളാണല്ലോ, ഞാൻ നിങ്ങളെ ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ. അങ്ങനെ പറഞ്ഞവരോട് ഇരിക്കാൻ പറയുകയാണ്. ഇരിക്കാൻ പറഞ്ഞിട്ടോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ധൃതിയിൽ തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ടൊരു തടിച്ച കാളക്കുട്ടിയെ അറുത്തു വേവിച്ചു കൊണ്ടുവന്നു. ഫഖറബഹു ഇലൈഹിം ഖാല അലാ തഅകുലൂൻ. എന്നിട്ട് അത് അവരുടെ അടുത്തേക്ക് വെച്ചു കൊടുത്തു. നിങ്ങൾ കഴിക്കുന്നില്ലേ? കഴിക്കൂ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഈ സംഭവം അറിയിച്ചു തരുന്നത് അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ധൃതി കാണിക്കണം, തിടുക്കം കാണിക്കണം എന്നാണ്. മഹാനരായ ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ അജ്ലത്തു മിനശ് ശൈത്വാൻ. ധൃതി കാണിക്കുക എന്നത് പിശാചിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഇല്ലാ ഫീ ഖംസത്തിൻ, 5 കാര്യങ്ങളിലൊഴികെ. ആ 5 കാര്യങ്ങൾ ഏതാണ്? ഫഇന്നഹാ മിൻ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 5 കാര്യങ്ങൾ മുത്തുനബിൻ്റെ ചര്യയിൽപ്പെട്ടതാണ്. ഒന്നെന്താണ്? ഇത്ആമുൽ ലൈഫ്, വിരുന്നുകാരന് ഭക്ഷിപ്പിക്കൽ, അതിഥിക്ക് ഭക്ഷണം കൊടുക്കൽ. ധൃതി വെക്കണം, അതിന് ധൃതി കാണിക്കണം. അതുപോലെ തജ്ഹീസുൽ മയ്യിത്തി, മയ്യിത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ, മയ്യത്തിനെ സംസ്കരിക്കൽ, അതിന് വേണ്ട കാര്യങ്ങൾ, അതൊക്കെ അതിന് ധൃതി വെക്കണം. അതേപോലെ തസ്വീജുൽ ബിക്കിരി, കന്യകയെ വിവാഹം ചെയ്തു കൊടുക്കൽ, അതിന് ധൃതി കാണിക്കണം. അതേപോലെ തന്നെ ഖളാഉദ്ദൈൻ, കടം വീട്ട, അത് ധൃതി കാണിക്കണം. അതേപോലെ തൗബത്തു മിനദ് ദംബ്, തെറ്റിൽ നിന്ന് തൗബ ചെയ്യുക, ഇതിനൊക്കെ ധൃതി കാണിക്കണം. അപ്പോൾ ഒന്നാമത്തത് തഅജീലു ത്വആമാണ്, ഭക്ഷണത്തിന് ധൃതി കാണിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വിരുന്നുകാരന് ഭക്ഷണം കൊടുക്കുമ്പോൾ ധൃതി കാണിക്കണം. പെട്ടെന്ന് ഭക്ഷണം കൊടുത്ത് അവരെ പിരിച്ചുവിടാൻ നോക്കണം. അവരെങ്ങനെ ഇരുത്തി മുഷിപ്പിച്ച് വർത്തമാനങ്ങൾ പറഞ്ഞ് അവരെ ബോറടിപ്പിച്ച് ഇനി മേലാക്ക അവൻ്റെ വീട്ടിലേക്കില്ല എന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാവരുത്. അതേപോലെ ഭക്ഷണം കൊടുക്കുമ്പോൾ തർതീബുൽ അത്ഇമത്തി ബിതഖ്ദീമിൽ ഫാക്കിയത്തി അവ്വലൻ, ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണം അവൻ ക്രമീകരിക്കണം. ഭക്ഷണം കൊടുക്കുന്ന കൂട്ടത്തിൽ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് സാധനങ്ങൾ ആദ്യം നൽകണം, പിന്നീടാണ് മാംസം, എന്നിട്ടാണ് മറ്റു ഭക്ഷണങ്ങൾ നൽകേണ്ടത്. ഖുർആനിൽ തന്നെ ഫ്രൂട്ട്സ് സാധനങ്ങൾ മുന്തിക്കണം എന്നുണ്ടല്ലോ. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ എന്ന് പറഞ്ഞത്. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, അവർ ഇഷ്ടപ്പെട്ടു തെരഞ്ഞെടുക്കുന്ന തരത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങളും അവർക്കുണ്ട്. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, അവർ കൊതിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷി മാംസവും കൊണ്ട് അവർ ചുറ്റി നടക്കും. അപ്പോൾ പഴവർഗ്ഗങ്ങൾ ആദ്യം നൽകുന്നത് ഒരു മര്യാദയാണ്. ഇല്ലെങ്കിൽ മാംസമാണ് മുന്തിക്കേണ്ടത്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അതിഥികൾക്ക് ആദ്യം നൽകിയത് മാംസമായിരുന്നല്ലോ. ഇനി സൽക്കാരമൊക്കെ കഴിഞ്ഞ് വിരുന്നൊക്കെ കഴിഞ്ഞ് പുറപ്പെടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. വീട്ടുകാരൻ അതിഥിയോടൊപ്പം വീടിൻ്റെ ഗേറ്റ് വരെ അനുഗമിക്കണം. ഇത് സുന്നത്താണ്. അൻ യഖ്റുജ മഅൽ ളൈഫി ഇലാ ബാബിദ്ദാർ. അവൻ്റെ ഗേറ്റ് വരെ അതിഥിയെ അനുഗമിക്കൽ അവനെ ബഹുമാനിക്കൽ കൂടിയാണ്. മുഖപ്രസന്നതയോടുകൂടെ നിഷ്കളങ്ക മുഖത്തോടുകൂടെ അവനോട് നല്ല നല്ല സംസാരം സംസാരിക്കലും അതിഥിയെ ബഹുമാനിക്കലാണ്. അതുപോലെ തന്നെ നിറഞ്ഞ മനസ്സോടെ അതിഥിയെ യാത്രയാക്കണം, അവനോട് വിനയത്തോട് പെരുമാറണം. അതേപോലെ തന്നെ അല്ലാ യഖ്റുജ ഇല്ലാ ബിറിളാ സ്വാഹിബിൽ മൻസിൽ വഇദ്നിഹി. നമ്മുടെ വീട്ടിൽ വന്ന അതിഥി അവൻ യാത്രയാവേണ്ടത് വീട്ടുകാരൻ്റെ സമ്മതവും പൊരുത്തവും ലഭിച്ചിട്ടായിരിക്കണം. അപമര്യാദയായി അതിഥിയോട് പെരുമാറരുത്. അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യവും നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂടാ. അന്ന റജുലൻ സാലൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ ഇസ്ലാമി ഖൈറുൻ ഖാല തുത്ഇമുത് തുആം. ഇസ്ലാമിൽ ഏറ്റവും പുണ്യം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി ഭക്ഷണം നൽകലാണ് എന്നാണ്. സ്വഹാബികളെല്ലാം ഭക്ഷണം നൽകുന്നതിലും അതിഥികളെ സൽക്കരിക്കുന്നതിലും വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. അവരോട് നല്ല രൂപത്തിൽ പെരുമാറിയിരുന്നു. അവർക്ക് വെറുപ്പുണ്ടാകുന്ന ഒന്നും അവരിൽ നിന്നുണ്ടായിരുന്നില്ല. അവരെ ഏത് രൂപത്തിൽ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ ആ രൂപത്തിൽ അവരെ തൃപ്തിപ്പെടുത്തുമായിരുന്നു. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എനിക്ക് വിശപ്പുണ്ട്, എനിക്ക് വല്ലതും തരണം. ആ സമയത്ത് അദ്ദേഹത്തെ ഒന്ന് സൽക്കരിക്കാനുള്ള വല്ലതും വീട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ ഭാര്യമാരുടെ അടുത്തേക്ക് ആളവിടുന്നു. മാ ഇൻദനാ ഇല്ലൽ മാ, ഇവിടെ പച്ചവെള്ളമല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് അവരിൽ നിന്നും അറിയിച്ചത്. അന്വേഷിക്കാൻ പോയ സ്വഹാബികൾ വന്നുകൊണ്ട് കാര്യം പറഞ്ഞു. ഇങ്ങനെയാണ് വീട്ടിൽ നിന്ന് അറിയിച്ചത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മയ്യുളുമ്മു ഹാദാ, അവിടെയുള്ള സ്വഹാബികളോട് ഇദ്ദേഹത്തെ ആരാണൊന്ന് സൽക്കരിക്കുക, ആരാണ് ഇന്ന് ഇദ്ദേഹത്തെ അതിഥിയായി ഒപ്പം കൂട്ടുക. ആ സമയത്ത് വഖാല റജുലുൻ മിനൽ അൻസാർ അന യാ റസൂലല്ലാഹ്. ആ സദസ്സിൽ നിന്നൊരു സ്വഹാബി, അൻസാരികളിൽപ്പെട്ടൊരു സ്വഹാബി പറഞ്ഞു, നബിയെ, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, അദ്ദേഹം എൻ്റെ കൂടെ പോന്നോട്ടെ. അദ്ദേഹം ആ വിരുന്നുകാരനെയും കൂട്ടി വീട്ടിൽ ചെന്നു. എന്നിട്ട് ഭാര്യയോട് പറയാണ്, അക്രിമി ലൈഫ റസൂലില്ലാഹ്, മോളെ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അതിഥിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനാൽ ആ അതിഥിയെ ബഹുമാനിക്കണം, ഭക്ഷണം കൊടുക്കൂ. ആ സമയത്ത് ഭാര്യ പറയാണ്, മാ ഇൻദനാ ഇല്ലാ ഖൂതുസ് സിബിയാൻ. ഓ ഭർത്താവേ, നമുക്ക് തന്നെ ഭക്ഷണമായി ഇവിടെ ഒന്നുമില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള അല്പം ഭക്ഷണമേ ഇവിടെ ഉള്ളൂ, വേറൊന്നുമില്ല. പടച്ചോനെ, ഇനി എന്ത് ചെയ്യും? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതിഥിയെ കൊണ്ട് വന്നിട്ട് ഇവിടെ ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കാൻ പറ്റൂലല്ലോ, അത് അപമര്യാദയാണല്ലോ. അപ്പോ അതിഥിയെ ബഹുമാനിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശം പലതവണ കേട്ട സ്വഹാബിയാണ്. ആ ഭാര്യയും ഭർത്താവും ചർച്ച നടത്തുകയാണ്, ഇനി എന്താ ചെയ്യാം. അപ്പൊ ആ സ്വഹാബി ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ മക്കള് പട്ടിണി കിടന്നാലും ഈ അതിഥിയെ വെറുതെ പറഞ്ഞയക്കാൻ പറ്റൂല, നീ ഭക്ഷണം റെഡിയാക്കിക്കോ. അതിഥിക്കുള്ള ഭക്ഷണം വിളമ്പി വെക്കുമ്പോ ആദ്യം ആകെ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. അതിഥിയെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ലല്ലോ, വീട്ടുകാരനും അതിഥിയുടെ കൂടെ ഇരിക്കേണ്ടതുണ്ടല്ലോ. ഞാനിരുന്നാൽ അതിഥിക്ക് തന്നെ ആ ഭക്ഷണം തികയൂല. ഇനി എന്തു ചെയ്യും? വീണ്ടും ചർച്ച. എന്തായാലും ഭക്ഷണം അതിഥിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കാം. അപ്പോഴേക്കും ആ വിളക്ക് നീ കെടുത്തിക്കളയണം. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ ഞാൻ അഭിനയിച്ചോളാം, നമ്മളും കഴിക്കുന്നുണ്ട് എന്ന്
ആ അതിഥിക്ക് തോന്നിക്കോട്ടെ. അങ്ങനെ ഭക്ഷണം അതിഥിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. വിളക്ക് ശരിയാക്കുന്നത് പോലെ കാണിച്ചിട്ട് ഭാര്യ ആ വിളക്കങ്ങ് കെടുത്തിക്കളഞ്ഞു. ആ ഇരുട്ടിൽ അതിഥി ഭക്ഷണം കഴിക്കുന്നു. വീട്ടുകാരൻ ഭക്ഷണം കഴിക്കുന്നത് പോലെ കാണിക്കുന്നു. അതിഥിയുള്ള ഭക്ഷണമൊക്കെ നന്നായി കഴിച്ചു കഴിഞ്ഞു. സന്തോഷത്തോടെ അതിഥി യാത്ര പറഞ്ഞു പോകുന്നു. ആ വീട്ടുകാരെല്ലാവരും ആ അതിഥിക്ക് വേണ്ടി പട്ടിണി കിടക്കുന്നു. സുബഹിക്ക് എഴുന്നേറ്റ് ആ സ്വഹാബി പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയിലുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചു നിൽക്കുന്നു. എന്നിട്ട് പറയാണ്, ലഖദ് അജബല്ലാഹു മിൻ സനിഇകുമാ ബിളൈഫികുമൽ ലൈലത. നിങ്ങൾ രണ്ടുപേരും ഇന്നലെ രാത്രി നിങ്ങളുടെ വീട്ടിൽ വന്ന അതിഥിയോട് കാണിച്ചത് കണ്ടിട്ട് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമായിട്ടുണ്ട്, അത്ഭുതമായിട്ടുണ്ട്. അത് കേട്ട് സ്വഹാബി സന്തോഷിക്കുകയാണ്. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഓതി കേൾപ്പിക്കുകയാണ്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസ്വാസ വലം യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. താങ്കൾക്ക് ദരിദ്രമുണ്ടായാൽ പോലും സ്വന്തം ദേഹത്തേക്കാൾ മറ്റുള്ളവർക്ക് അവർ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഏതൊരാൾ തൻ്റെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് കാത്തു രക്ഷിക്കപ്പെടുന്നുവോ അത്തരക്കാർ തന്നെയാണ് വിജയം പ്രാപിച്ചവർ. ആ സ്വഹാബിയുടെ വിഷയത്തിൽ ഖുർആനായത്തിറങ്ങാണ്. വിരുന്നുകാരൻ എന്നത് നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ ഒരു നിമിത്തമാണ്. ലൗ കാനത്തിൽ ജന്നത്തു ലുഖ്മതൻ ഫീ യദി ലവളഅതുഹാ. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എൻ്റെ കയ്യിലെ ഒരു ഉരുള അത് ഇനി സ്വർഗമായിരുന്നാൽ പോലും ലവളഅതുഹാ ഫീ ഫമി ളൈഫി, അതെൻ്റെ അതിഥിയുടെ വായിൽ ഞാനിത് വെച്ചു കൊടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ തസാലുൽ മലായികത്തു തുസല്ലി അലാ അഹദികും മാ ദാമത് മാഇദതുഹു മൗലൂഅതൻ ബൈന യദൈഹി ഹത്താ യർഫഅ. അതിഥിയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന സുപ്ര അവിടെ നിന്ന് എടുക്കുന്നത് വരെ അവർക്ക് വേണ്ടി മലക്കുകൾ പാപമോചനം തേടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ യാത്രയാക്കണം. ആ അതിഥി പോകുന്നതിന് മുമ്പ് വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. اللهم إن كان هذا الطعام حلالا فوسع على صاحبه وجزه خيرا فإن كان حراما أو شبهة فاغفر لي وله وارض عن أصحاب التبعات يوم القيامة برحمتك يا أرحم الراحمين. അതിഥി ദുആ ചെയ്യണം. അതിഥിയായി വന്ന ആള് വീട്ടുകാരൻ്റെ മാനസികാവസ്ഥ കൂടെ പരിഗണിക്കണം. അമിതമായി ഭക്ഷിച്ചേക്കരുത്. ആവശ്യത്തിനനുസരിച്ചേ ഭക്ഷിക്കാവൂ. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. വയറിൻ്റെ 1/3 ഭാഗമാണ് ഭക്ഷണത്തിനും, 1/3 ഭാഗം പാനീയത്തിനും, 1/1 ശ്വാസ സൗകര്യത്തിനും വേണ്ടി അവൻ മാറ്റിവെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം ദൂർത്തടിക്കരുത്. ആവശ്യത്തിലധികം ഉണ്ടാക്കി കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. ദൂർത്തും ദുർവ്യയവും എല്ലാ കാര്യങ്ങളിലും ആക്ഷേപാർഹമാണ്. ആരോഗ്യത്തിന് ഹാനികരമായ വിധം അമിതമായി ഭക്ഷണം കഴിക്കുന്നത് സ്വന്തം ധനത്തിൽ നിന്നാണെങ്കിൽ പോലും നിഷിദ്ധമായ കാര്യമാണ്. ഒരു ആതിഥേയന്റെ സംതൃപ്തി അറിയാതെ ആവശ്യത്തിലുപരി കഴിക്കുന്നതും അതുപോലെ തന്നെയാണ്. ഒരു മുസ്ലിമായ മനുഷ്യൻ ആഹാരപാനീയങ്ങളിൽ ലാളിത്യവും മിതത്വവും സ്വീകരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സയകൂന റിജാലുൻ മിൻ ഉമ്മത്തി യഅകൂന അൽവാന ത്വആം വയശ്റബൂന അൽവാന ശറാബ് വയൽബസൂന അൽവാന സിയാബ് വയതസദ്ദഖൂന ഫിൽ കലാം ഫൗലൈക ശിറാറു ഉമ്മത്തി. എൻ്റെ സമുദായത്തിൽ നിന്ന് വിവിധ ആഹാര വിഭവങ്ങൾ ഭക്ഷിക്കുകയും വിവിധ ഇനം പാനീയങ്ങൾ കുടിക്കുകയും വിവിധ ഇനം വസ്ത്രങ്ങൾ ധരിക്കുകയും സംസാരത്തിൽ അതിര് വിടുകയും ചെയ്യുന്ന ചില വ്യക്തികളുണ്ടാകും. അവർ എൻ്റെ സമുദായത്തിലെ ദുഷ്ടന്മാരാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നടത്തി വരുന്ന മിക്ക സദ്യകളിലും ദുർവ്യയവും അമിതത്വവും പ്രകടമാണ്. അവരുടെ
കല്യാണങ്ങൾ അഹന്തയും ദുരഭിമാനവും ബാഹ്യപ്രകടനവും നിമിത്തം ഭക്ഷ്യമേളകളായി മാറിയിരിക്കുന്നു. ആതിഥ്യ മര്യാദക്ക് നിരക്കാത്ത പല സമ്പ്രദായങ്ങളും ഇന്ന് സാർവത്രികമായി. പേരുപെറ്റ കല്യാണ മണ്ഡപങ്ങളിലും റിസോർട്ടുകളിലും നടത്തപ്പെടുന്ന കല്യാണങ്ങളിലും സദ്യകളിലും ആഹാരത്തിന് ആവശ്യമായ സാധാരണക്കാർക്ക് പ്രവേശനമില്ല. VIP-കൾക്ക് മാത്രം ഒരുക്കുന്ന സദ്യകളിൽ സാധാരണക്കാരന്റെ സാന്നിധ്യം അഭംഗിയായാണ് അവർ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, ശർറു ത്വആമി ത്വആമുൽ വലീമതി യുദ്ആ ഇലൈഹൽ അഗ്നിയാഉ ദൂനൽ ഫുഖറാ. സമ്പന്നന്മാരെ ക്ഷണിക്കുകയും ദരിദ്രരെ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സദ്യാഭക്ഷണമാണ് ഏറ്റവും മോശപ്പെട്ട ആഹാരം. എണ്ണി തീർക്കാനോ ഒന്ന് കണ്ണോടിക്കാനോ പോലും സാധിക്കാത്തത്ര വിഭവ വൈവിധ്യവും ആഹാര സമൃദ്ധിയുമാണ് പൊങ്ങച്ചം നിറഞ്ഞ ഇത്തരം ഭക്ഷ്യമേളകളിൽ ദൃശ്യമാവുന്നത്. 8-10ഓളം വ്യത്യസ്ത ഭക്ഷണ വിഭവങ്ങളും അതിനേക്കാൾ സുദീർഘമായ കറി വിഭവങ്ങളും കൊണ്ട് വീർപ്പുമുട്ടിയിരിക്കും തീന്മേശകൾ. എന്നാൽ ക്ഷണിക്കപ്പെടുന്ന സമ്പന്നരായ അതിഥികളാവട്ടെ ഇവയൊന്നും കഴിക്കാൻ കഴിയാതെ രോഗങ്ങളുടെ അടിമകളായിരിക്കും. ചുരുക്കത്തിൽ പേരിനും പെരുമക്കും വേണ്ടിയുള്ള ഒരു പ്രദർശനം മാത്രമാണ് ഈ സദ്യകൾ. ഇവ മുഴുവനും അവസാനം ചവറ്റുകൊട്ടകളിലേക്കുള്ള വേസ്റ്റായി മാറുന്നു. വിശന്നു വലയുന്നവരുടെ ദീനരോധനം ശ്രദ്ധിക്കാൻ ഇവർക്കൊന്നും സമയവുമില്ല. സമ്പന്നരെ അന്ധമായി അനുകരിച്ചുകൊണ്ട് സാധാരണക്കാരും ഇന്ന് തങ്ങളുടെ കല്യാണങ്ങളിലും സൽക്കാരങ്ങളിലും ഭക്ഷ്യമേളയൊരുക്കിക്കൊണ്ട് ദൂർത്തടിക്കാൻ ശ്രമിക്കുകയാണ്. പന്തലും ടേബിളും ചെയറുമെല്ലാം രാജകീയമാക്കുന്നതിലും വളരെ ശ്രദ്ധ ചെലുത്തുന്നുമുണ്ട്. അവസാനം കടക്കണിയിൽ കുടുങ്ങി ദുഃഖസാഗരത്തിൽ മുങ്ങിത്താഴാണ്. ലാളിത്യത്തിൻ്റെയും മിതവ്യയത്തിൻ്റെയും മായാത്ത മാതൃകകളാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എന്നിട്ടും എന്തേ നമ്മൾ ഇങ്ങനെയൊക്കെയായി മാറിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.